വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 12 ജില്ലകളിലായി നടത്തിയ കാരുണ്യ യാത്രയിലൂടെ സമാഹരിച്ച 2,23,64,000 രൂപ അസോസിയേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഓഗസ്റ്റ് 22-ന് സ്വകാര്യ ബസ്സുകൾ നടത്തിയ കാരുണ്യ യാത്രയിലൂടെ സമാഹരിച്ച തുകയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. 12 ജില്ലകളിലായി 3000-ഓളം ബസ്സുകൾ സേവന സർവീസ് നടത്തി സമാഹരിച്ചത് 2,23,64,000 രൂപയാണ്. ഉരുൾപൊട്ടൽ ബാധിതർക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് തീരുമാനിച്ചിരുന്നെങ്കിലും ഭൂമി കിട്ടാത്തതിനാൽ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു ഭാരവാഹികൾ. വടകരയിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ സഹായിക്കുന്നതിന് സമാഹരിച്ച ഫണ്ടിൽ നിന്ന് 7 ലക്ഷം രൂപ വിലങ്ങാട് ജനകീയ സമിതിക്ക് കൈമാറും. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സാന്നിധ്യത്തിൽ ഫെഡറേഷൻ പ്രസിഡന്റ് KK തോമസ്, ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്നൻ, ഭാരവാഹികളായ MS പ്രേംകുമാർ, ശരണ്യ മനോജ്, രാജു കരുവാരത്ത്, സത്യൻ പാലക്കാട്, പാലമുറ്റത്ത് വിജയകുമാർ എന്നിവർ ചേർന്നാണ് ഫണ്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, കാലടി. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.